കേസരിയെ പോയി ധാരാളമായിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവാങ്കൂറിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ തിരുവാങ്കൂർ ലേബർ അസോസിയേഷൻ ആലപ്പുഴയിൽ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ പ്രസിഡൻ്റ് ആവാനായിട്ട് അവരാദ്യം ആവശ്യപ്പെട്ടത് കേസരിയോടാണ്. പൊതു സമരങ്ങളിൽ പൊതു സംഘടിത പ്രസ്ഥാനങ്ങളിൽ താൻ പങ്കുചേരുന്നതല്ല എന്ന കാഴ്ചപ്പാടാണ് കേസരിക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ തിരുവാങ്കൂർ ലേബർ യൂണിയൻ നിലവിൽ വരുന്നത്. ഇങ്ങനെ രാഷ്ട്രീയമായിട്ടും പത്രത്തെ തന്നെ ഒരു സമരമുഖമാക്കി മാറ്റിക്കൊണ്ടുമാണ് കേസരി അദ്ദേഹത്തിൻ്റെ പത്രാധിപ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. തിരിഞ്ഞു നോക്കിയാൽ കേസരി ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെയും അവസാനത്തെയും പേഴ്സണൽ എഡിറ്ററാണ് എന്ന് പറയാം. പത്രത്തിലെ താൻ കാണാത്ത ഒരു വാക്കോ താൻ അറിയാത്തൊരാശയമോ പത്രത്തിലൂടെ കടന്നു പോകാൻ ഇടം നൽകാത്ത പേഴ്സണൽ എഡിറ്റർമാരുടെ പട്ടികയിലാണ്. അതായത് മാഞ്ചസ്റ്റർ ഗാർഡിയൻ്റെ CP സ്കോട്ടിനെ പോലെയോ അല്ലെങ്കിൽ യങ് ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയെ പോലെയോ ലീഡറുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ ബംഗാളിൽ നിന്ന് ഇറങ്ങിയിരുന്ന മോഡേൺ റിവ്യൂവിൻ്റെ രാമാനന്ദ ചാറ്റർജിയൊക്കെ പോലെയുള്ള ആളുകളെ പൊതുവെ പേഴ്സണൽ എഡിറ്റർമാർ എന്നൊരു വിഭാഗത്തിൽപ്പെടുത്തി പറയാറുണ്ട്. കാരണം അവരുടെ പത്രം പൂർണ്ണമായിട്ടും അവരല്ലാത്ത യാതൊന്നും അവരുടെ പത്രത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു പത്രാധിപരായിട്ടാണ് കേസരി സ്വന്തം പത്രം കൊണ്ടു നടന്നത് എന്നും വേണമെങ്കിൽ കാണാൻ പറ്റും. ഈ നിലയിൽ പ്രവർത്തിച്ച ഒരു കാലമാണ് കേസരിയുടെ പത്രാധിപത്യത്തിൻ്റേത്. പത്രാധിപത്യം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കടക്കുന്ന കാലമാണ്. 1936-39 വലിയ സാമ്പത്തിക പ്രതിസന്ധി. ആ കാലത്തെക്കുറിച്ച് കേസരിയുടെ പത്നി ഗൗരിയമ്മ പിൽക്കാലത്ത് കേസരിയെക്കുറിച്ചുണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കുന്നുണ്ട്. രാജീവ് വിജയരാഘവൻ സംവിധാനം ചെയ്ത കേസരിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി. ആ ഡോക്യുമെൻ്ററിയിൽ ഗൗരിയമ്മ പറയുന്നൊരു വാക്യം, അക്കാലത്ത് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് വീട്ടിൽ. അത് താൻ എഴുതിയ ലേഖനങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് സ്റ്റാമ്പ് വാങ്ങാൻ പൈസ ഇല്ലാണ്ടാവുമ്പോഴാണ് എന്നാണ്. ലേഖനങ്ങൾ എഴുതിയിട്ട് പത്രാഫീസിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പണമില്ല, സ്റ്റാമ്പ് വാങ്ങാൻ പൈസ ഇല്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ആ സമയത്ത് എല്ലാവരോടും ശുദ്ധിയെടുക്കും. അങ്ങനെയുള്ള സമയത്ത് എവിടെന്നെങ്കിലും പണം കണ്ടെത്തി സ്റ്റാമ്പ് വാങ്ങിക്കൊടുത്താൽ കേസരി ശാന്തനാവുകയും ചെയ്യും. അമ്മാതിരി ദാരിദ്ര്യത്തിലേക്ക് കേസരി എത്തുന്ന ഒരു കാലമാണ്. കേസരിക്ക് BL പരീക്ഷ പാസ്സായപ്പോൾ അവിടുത്തെ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അദ്ദേഹം ജോലി രാജിവെച്ചപ്പോൾ ഒരു സ്വർണ്ണ മെഡലൊക്കെ നൽകിയിരുന്നു. ആ മെഡല് അന്ന് വിറ്റ കാലം ആണത്. 15 രൂപയ്ക്ക് ആ മെഡലും അദ്ദേഹം വിറ്റു. ഈ കാലത്താണ് കേസരി ചിത്രകലാ പഠനങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെ പരമമായ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽപ്പെട്ടതോടെ 1943 കേസരി പറവൂരിലേക്ക് എത്തി. പറവൂരിൽ മാടവനപ്പറമ്പിൽ അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നു. പറവൂരിലെത്തിയതിന് ശേഷം ഈ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ സമയത്താണ് കേസരി പക്ഷേ സാഹിത്യ പഠനങ്ങളിൽ വലിയ തോതിൽ ഏർപ്പെട്ടത്. കടത്തുവഞ്ചിക്കും സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും നിമിഷത്തിനും അതുപോലെ ഒക്കെ വലിയ അവതാരികകൾ എഴുതി. ഈ അവതാരികകളൊക്കെ അക്കാലത്ത് വലിയ തോതിൽ പരിഹസിക്കപ്പെട്ടതാണ്. വീടിനേക്കാൾ വലിയ പഠിപ്പുരാന്നാണ് അവതാരികകൾ പരിഹസിക്കപ്പെട്ടത്. ഇപ്പോൾ കടത്തുവഞ്ചിക്ക് 84 പേജാണ് അവതാരിക, കവിത 64 പേജാണ്. അതുപോലെ നിമിഷത്തിന് അവതാരിക 38 പേജാണ്, കവിത 30 പേജാണ്. കേസരിക്ക് അവതാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് പറയാനൊന്നുമല്ല, തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് കവിത എടുക്കുക, അതിനെ വിശദീകരിക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നാളെ പറയാം. എന്തായാലും അങ്ങനെ അവതാരിക ഒക്കെ എഴുതുകയും സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പരമദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്തു. സമ്പൂർണമായി പിൻവാങ്ങി കേസരി പത്രം നിർത്തിയപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനം, ഇനി രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയില്ല. അതുകൊണ്ട് 1936 ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരുവാങ്കൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം സാഹിത്യ പ്രവർത്തനത്തിലേക്കും 40കൾക്ക് ശേഷം ഏതാണ്ട് പൂർണ്ണമായി അദ്ദേഹം ചരിത്രാന്വേഷണത്തിലേക്കും വഴിതിരിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ജീവിത രീതിയുടെ ഒരടയാളം 1943 പറവൂർ വന്ന് പിന്നീട് അദ്ദേഹം 60 കോട്ടയത്തേക്ക് പോകുന്നത്. 17 വർഷക്കാലം അദ്ദേഹം പറവൂരുണ്ടായിരുന്നു. മാടവനപ്പറമ്പ് എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ വീട്ടിൽ നിന്ന് കേസരി 17 കൊല്ലത്തിനിടയിൽ 3 തവണ മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്.
3 തവണ. 949 അദ്ദേഹത്തിൻ്റെ ഷഷ്ടി പൂർത്തിക്ക് പറവൂർ ടൗണിൽ MP പോളിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം ചേർന്നു. അതിൽ പങ്കെടുക്കാൻ കേസരി പോയി. പറവൂർ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ വെച്ച് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തിരുവനന്തപുരം ആകാശവാണിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കേസരിയുമായിട്ട് നടത്തി. അതിൽ പങ്കെടുക്കാൻ പോയി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പല്ല് ഡോക്ടറെ കാണാനായിട്ട് പോയി. 3 തവണയല്ലാതെ കേസരി തൻ്റെ വീട്ടിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയത് പോലുമില്ല. അത്രമേൽ ഏകാന്തമായ ഉൾവലിഞ്ഞ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 49 മെയ് മാസത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാം ചേർന്ന് ഷഷ്ടി പൂർത്തിക്ക് ഒരു മംഗളപത്രം സമർപ്പിച്ചു. ആ മംഗളപത്രത്തിനുള്ള മറുപടിയിലാണ് കേസരി പറയുന്നത്, ഞാൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നില്ല. 120 വയസ്സെങ്കിലും വന്നാലാണ് ജീവിതത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അരിസ്റ്റോട്ടലിൻ്റെ അനുയായിയായ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അരിസ്റ്റോട്ടലിനോട് എനിക്ക് മതിപ്പാണ്, പക്ഷേ ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. പിന്നെ കേസരി അതിന് 2 കാരണങ്ങളുണ്ട്. എല്ലാറ്റിനെയും കേസരി ധൈഷണികമായിട്ടാണ് കാണുക. അതുകൊണ്ട് കേസരി പറയുന്നത് അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമാണ്, ഒന്ന് സൈദ്ധാന്തികമാണ്. വ്യക്തിപരമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ച സമയത്ത് തന്നെ ഒരു മാറാരോഗവുമായി ജനിച്ച ആളാണ് ഞാൻ. പിന്നീട് ജീവിതകാലത്ത് 2-3 മാറാരോഗങ്ങൾ എനിക്ക് കൂടെ കിട്ടി. ഒപ്പം തന്നെ മകളുടെ മരണം അടക്കമുള്ള മഹാദുഃഖങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ദീർഘകാല ജീവിതം എനിക്ക് വേദന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘകാല ജീവിതം ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, സമൂഹ പരിണാമത്തിൻ്റെ ഗതിവേഗം അതിതീവ്രമായതോടെ നിങ്ങൾ എത്ര ദീർഘകാലം ജീവിച്ചാലും ലോകത്തെ ശരിയാവണ്ണം മനസ്സിലാക്കുക എന്നത് അസാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ദീർഘകാലം ജീവിക്കുന്നതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാം എന്നത് അസാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ദീർഘജീവിതത്തിന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് തനിക്ക് നൽകിയ ഈ മംഗളപത്രത്തെ, ദീർഘകാല ജീവിത ആശംസയെ ആദ്യമേ തന്നെ നിരസിച്ചിട്ട് പിന്നെ കേസരി പറയുന്നത്, വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്നെപ്പോലുള്ള ഈ വൃദ്ധരെ പൂജിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതാണ്. ഈ വൃദ്ധപൂജ അവസാനിപ്പിക്കണം. വാടാൻ പോകുന്ന ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഈ പ്രവൃത്തി. യുവാക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് കേസരി ഇതിൽ പറയുകയും അതുവഴി ഉണ്ടാകാവുന്ന, അന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ ആശയമാണ്, 40 വയസ്സാകുമ്പോഴേക്കും ശീലങ്ങൾ ഉറയ്ക്കുന്നത് കൊണ്ട് 40 വയസ്സിന് മുമ്പുള്ള യുവാക്കളെ പിന്തുണയ്ക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. 40 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ശീലങ്ങളുടെ തടവുകാരനായി തീരും. പിന്നെ നിങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ പ്രോത്സാഹനം നിരർത്ഥകമാണ് എന്ന് തന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരുടെയും മുമ്പിൽ ലേഖനം എഴുതി വായിക്കുകയാണ് കേസരി ആ സമ്മേളനത്തിൽ ചെയ്തത്. ഇങ്ങനെ അതിനുശേഷവും കേസരി വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോഴേക്കും കേസരിയുടെ ഒപ്പം വിദ്യാലയത്തിലും കോളേജിലും ഒക്കെ പഠിച്ച് 2 പേര് കേരളത്തിലെ സമുന്നത നേതാക്കന്മാരാണ്. കേസരിയുടെ ഒപ്പം സ്കൂളിൽ പഠിച്ച ആളാണ് പട്ടം താണുപിള്ള, തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായി. പിന്നീട് PK നാരായണപിള്ള, പറവൂർ PK നാരായണപിള്ള തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി. അവർ 2 പേരും കേസരിയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയും കേസരിക്ക് ധനസഹായം അനുവദിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് താൻ സൗജന്യമായി ഒരു പണവും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അത് നിരസിച്ച് കേസരി തുടർന്നും പട്ടിണി കിടന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന് പണം സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കേരള ഗവൺമെൻറ് വന്നപ്പോൾ EMS-ഉം മുണ്ടശ്ശേരി മാഷും തമ്മിൽ ആലോചിച്ച് കേസരിയെ സഹായിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കുകയും കേസരിയുടെ ചരിത്ര ഗവേഷണങ്ങൾ സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത് അത് 5000 രൂപ ആ ചരിത്ര ഗവേഷണത്തിനുള്ള പ്രതിഫലമായി നൽകി അത് അക്കാദമി പ്രസിദ്ധീകരിക്കാം എന്ന ഒരു ഉടമ്പടിയിൽ ഇത് ഏറ്റെടുക്കുകയുണ്ടായി. കേസരിയുടെ വീടിൻ്റെ തൊട്ട് വടക്കേ വശത്തുള്ളൊരു പറമ്പിലാണ് അതിൻ്റെ സമ്മേളനം നടന്നത്. KP കേശവമേനോനും മുണ്ടശ്ശേരി മാഷും കുറ്റിപ്പുഴയും VT ഭട്ടതിരിപ്പാടും ഒക്കെ പങ്കെടുത്ത വലിയൊരു സമ്മേളനമായിരുന്നു. അവിടെ വെച്ച് KP കേശവമേനോനാണ് അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് പണം നൽകുന്നത്. കേസരി അത് സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്തു. ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 1957 ഏറ്റെടുത്ത ആ കയ്യെഴുത്ത് പ്രതി 1984 അതിൻ്റെ ഒരു 1/3 ഭാഗം അക്കാദമി പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് അപ്പോഴേക്കും 17 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും കേസരിയുടെ ചരിത്ര ഗവേഷണം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നിപ്പോൾ 2500ഓളം പുറങ്ങളിൽ പടർന്നു കിടക്കുന്നതാണ്. അതിൽ ചെറിയൊരു ഭാഗമായിരുന്നു.
എന്തായാലും അങ്ങനെ ജീവിതകാലത്ത് കേസരിയുടെ രണ്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഒന്ന് KR ബ്രദേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രാചീന കേരള ചരിത്ര ഗവേഷണം, 2 മംഗളോദയം പ്രസിദ്ധീകരിച്ച സാഹിത്യ ഗവേഷണമാലയുടെ 1-ാം ഭാഗം. ബാക്കി അദ്ദേഹത്തിൻ്റെ മഹാഭൂരിപക്ഷം ചരിത്ര പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പുറത്തു വന്നിട്ടില്ല. കേസരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതിസന്ധികൾ, ഒന്ന് 1956 അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണമാണ്. AP പിള്ള ബോംബെയിൽ വെച്ച് മരണപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളുടെ മരണം അദ്ദേഹത്തിന് വലിയ ആഘാതമായിരുന്നു. 2 മരണങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുലച്ചു. അനിയൻ്റെ മരണത്തോടെ കേസരി പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലായി, രോഗാതുരതയിലായി. തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് ഒരു NK കൈമൾ അദ്ദേഹം മലയയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. മലയയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. മലയിൽ നിന്ന് മടങ്ങി വന്നിട്ട് കേസരിയുടെ ഭാര്യ സഹോദരിയാണ് കൈമൾ വിവാഹം കഴിച്ചത്. കൈമളിൻ്റെ അടുത്തേക്ക് കേസരി അവസാന കാലത്ത് താമസം മാറ്റി. 1959 മാർച്ചിൽ കേസരി കോട്ടയത്തേക്ക് പോയി. അവിടെ 20 മാസവും 20 ദിവസവും അദ്ദേഹം അവിടെ ജീവിച്ചു. 1960 ഡിസംബർ 18 കേസരി അവിടെ വെച്ച് അന്തരിച്ചു. കോട്ടയത്തെ ജീവിതകാലത്ത് കേസരി DC കിഴക്കേമുറി, കാരൂർ, നീലകണ്ഠപിള്ള, മുട്ടത്തുവർക്കി തുടങ്ങിയവരൊക്കെ ചേർന്ന ഒരു വലിയ സൗഹൃദ സദസ്സ് അവിടെയും രൂപപ്പെടുത്തിയിരുന്നു. അപ്പോഴേക്കും പക്ഷെ അദ്ദേഹം വളരെ രോഗാതുരനായിരുന്നു. മരണത്തിലേക്ക് പൊടുന്നനെ നയിച്ചത് 1960 നവംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് NK കൈമൾ മരണപ്പെട്ടു. കൈമളുടെ മരണത്തോടെ കേസരി വലിയ വിഷാദത്തിലേക്ക് പോവുകയും 1 മാസത്തിനപ്പുറം കേസരി മരണപ്പെടുകയുമാണ് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ കേസരിയുടെ ആകെ പത്രജീവിതത്തിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 9 വർഷവും 2 മാസവുമാണ് കേസരിയുടെ പത്രജീവിതം നടന്നിട്ടുള്ളത്, പത്രാധിപ ജീവിതം നടന്നിട്ടുള്ളത് എന്ന് കാണാം. എന്താണ് പത്രത്തിലൂടെ കേസരി ചെയ്യാൻ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില പ്രധാന മുഖപ്രസംഗങ്ങളിൽ ആശയങ്ങളിലൂടെ കൂടി ഒന്ന് കടന്നു പോയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. മുഖ്യമായിട്ടും ആധുനികതയുടെ ഒരു സംസ്ഥാപനം, ആധുനികമായ ആശയാദർശങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ ധർമ്മങ്ങൾ, അതിനെ സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു കേസരി ചെയ്ത ഒരു കാര്യം. ഒപ്പം തന്നെ ഒരു ആധുനിക സമൂഹ രൂപീകരണത്തിൽ സാഹിത്യത്തിനും കലയ്ക്കുമുള്ള സവിശേഷമായ പങ്ക് തിരിച്ചറിഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപരും കേസരി തന്നെയായിരുന്നു. സാഹിത്യവും കലയും നേരം പോക്കാണെന്നല്ല അദ്ദേഹം കരുതിയത്. അത്ഭുതകരമായൊരു കാര്യമുണ്ട്. 1929 ഡിസംബർ മാസത്തിൽ തിരുവിതാംകൂർ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ സമ്മേളനത്തിൽ അധ്യക്ഷനായി പ്രസംഗിക്കുന്ന സമയത്ത് കേസരി പറയുന്നൊരു കാര്യം, ചെറുപ്പക്കാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവ് നേടുന്നത് പോലെ തന്നെ സാഹിത്യ കലാവിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരാകണം. ആധുനികമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യത്തിനും കലയ്ക്കുമുള്ള പ്രാധാന്യം കേസരി ആ കാലത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരാധുനിക സമൂഹത്തിലേക്കുള്ള വഴി അതിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാകണം, രാജാക്കന്മാർക്ക് പ്രത്യേകമായ ധനസഹായം നൽകരുത്, പ്രിവി പേഴ്സ് നിർത്തലാക്കാനായിട്ട് പിന്നെ നമുക്ക് 1970 ആവേണ്ടി വന്നു. കേസരി ഇത് 20കളിൽ പറഞ്ഞു തുടങ്ങി. ഐക്യ കേരളം വേണം, ബാങ്കുകളുടെ ദേശസാൽക്കരണം വേണം, ലൈബ്രറികളൊക്കെ സർക്കാർ ധനസഹായം നൽകണം എന്ന് കേസരി അന്ന് മോപ്രസംഗം എഴുതുന്നുണ്ട്. മഹാഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, നാടുതോറും ചെറു ഗ്രന്ഥാലയങ്ങൾ വേണം, ആ ഗ്രന്ഥാലയങ്ങൾ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക സഹായം സർക്കാർ തലത്തിൽ നൽകണം എന്ന് കേസരി അന്ന് മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് വലിയ ക്ഷോഭോളവാക്കിയ ഒരു മുഖപ്രസംഗമാണ് പ്രസവത്തിന് ലൈസൻസ് വേണം എന്ന് അദ്ദേഹം. മാർഗരറ്റ് സിംഗർ എന്നു പേരായിട്ടുള്ള ഒരു പത്രപ്രവർത്തക അമേരിക്കൻ വീക്കിലിയിൽ എഴുതിയ മുഖപ്രസംഗത്തെ പിൻപറ്റിയാണ് കേസരി പറയുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ്. അതിന് കാര്യകാരണങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം തിരുവിതാംകൂറിലെ പ്രതിശീർഷ വരുമാനം, വാർഷിക വരുമാനം 51 റുപ്യാണ്, ജീവിത ചെലവ് 113 റുപ്യാണ്. അതുകൊണ്ട് ശരാശരി 7 കുട്ടികളാണ് ഒരു കുടുംബത്തിൽ. ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ കഴിയുന്നതല്ല. അതുകൊണ്ട് കുടുംബാസൂത്രണം വേണം, പ്രസവത്തിന് ലൈസൻസ് നൽകുന്ന കാര്യം പോലും ആലോചിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗർഭനിരോധനത്തിനുള്ള സംവിധാനങ്ങൾ സർക്കാർ നൽകണം, ഗർഭനിരോധന ഉപാധികൾ സർക്കാർ തന്നെ നൽകണം, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ
ഗർഭനിരോധനത്തിനുള്ള മാർഗങ്ങൾ പ്രചരിപ്പിക്കണം എന്നെല്ലാം അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇന്ന് നടുക്കം തോന്നാവുന്ന പല ആശയങ്ങളും അന്ന് കേരളത്തിൽ എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലി വികസിച്ചു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു എസ്.ജെ. നായർ ഈ ബഹുഭാര്യാത്വം കുറ്റകരമാക്കുന്ന നിയമം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയത്തെക്കുറിച്ച് കേസരി ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന കാര്യം ബഹുഭാര്യാത്വം മാത്രമല്ല, ബഹുഭർത്തൃത്വവും ഒഴിവാക്കേണ്ടതാണ്. ബഹുഭർത്തൃത്വവും ഇതുപോലെ തന്നെ നടപ്പിലാക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം അല്പം ഒന്ന് പറയാം. കേസരി അന്നെടുത്ത നിലപാടുകളുടെ അന്ന് കേസരി പറയുന്ന ഒരു വാക്യമുണ്ട്, ജാരശങ്കയോ പരസ്ത്രീ ശങ്കയോ ഇന്ന് ഒരു ദുഃഖപര്യവസായിയായ നാടകത്തിൻ്റെ വിഷയമാകാൻ പോന്നതല്ല, പരമാവധി അതൊരു പ്രഹസനത്തിനെ കൊള്ളൂ എന്നാണ്. ഇങ്ങനെ ഉള്ള നിലപാടുകളൊക്കെ കേസരി അന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് കേസരി പറയുന്നു, ലിംഗബന്ധപരമായ ആവശ്യങ്ങളെ കരുതിയല്ല, അന്നന്നത്തെ സാമ്പത്തിക കാര്യങ്ങളെ മുൻനിർത്തിയാണ് വിവാഹമെന്ന ഏർപ്പാട് മനുഷ്യൻ ആദ്യം സ്ഥാപിച്ചതെന്നും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വിവാഹത്തിൻ്റെ സ്ഥാപനകാലത്തേതിൽ നിന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് വിവാഹം മനുഷ്യരുടെ ജാത്യാലുള്ള ബഹുദാമ്പത്യ മോഹത്തെ തൃപ്തിപ്പെടുത്താത്തതിനാൽ കുട്ടികളെ വളർത്തുന്നതിന് പ്രത്യേക പരിശീലനമില്ലാത്ത മാതാപിതാക്കൾ അവരെ വളർത്തുന്നത് ദോഷകരമായതിനാലും മറ്റും വിവാഹം, കുടുംബം എന്നീ പഴയ സ്ഥാപനങ്ങൾ ഇന്ന് പരിത്യജിക്കേണ്ടതാണ്. ഇത് 1935 കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഈ വാക്യം പറയാൻ പറ്റില്ല. ഇന്ന് കേരളത്തിൽ ഇതുപോലൊരു വാക്യം എഴുതാൻ ഒരു പത്രാധിപർക്കും ബലം ഉണ്ടാവില്ല. വിവാഹം, കുടുംബം എന്നീ സ്ഥാപനങ്ങൾ തീർന്നില്ല. ഇന്നത്തെ വിവാഹത്തിൽ പഴയ ആനന്ദ പ്രതീക്ഷയ്ക്ക് സ്ഥാനമില്ല. ജാരശങ്കയോ പരസ്ത്രീ ശങ്കയോ ഇന്നൊരു ദുഃഖപര്യവസായിയായ നാടകത്തിൻ്റെ വിഷയമായി തീരുന്നതല്ല, പരമാവധി ഒരു പ്രഹസനത്തിനെ അതിന്ന് വിഷയമാകുന്നുള്ളൂ. ഏകഭാര്യാ വിവാഹത്തോടുള്ള ഇന്നത്തെ പാശ്ചാത്യരുടെ അസംതൃപ്തിയുടെ ഫലമായി അവർ പരീക്ഷണ വിവാഹം, ട്രയൽ മാരേജ്, ഇഷ്ടവിവാഹം, കമ്പാനിയനേറ്റ് മാരേജ്, 3 കക്ഷികളുടെ വിവാഹം 3 പാർട്ടി മാരേജ്, 4 കക്ഷികളുടെ വിവാഹം 4 പാർട്ടി മാരേജ്, ക്ലിപ്തകാലത്തേക്കുള്ള വിവാഹം മാരേജ് ഫോർ എ പർട്ടിക്കുലർ ടൈം, യൗവന വിവാഹം മാരേജ് ഇൻ യൂത്ത്, അസംഖ്യം ജനങ്ങളുമായി യഥോഷ്ടം ബന്ധത്തിലേർപ്പെടാൻ സ്ത്രീകളെയും പുരുഷരെയും അനുവദിക്കുന്ന റുഡേ ബുഷിൻ്റെ വിവാഹ പദ്ധതി എന്നിത്യാദിയുള്ള പുതിയ വിവാഹ രീതികൾ നിർമ്മിച്ച് അതിനുവേണ്ട പ്രചാരവേല ചെയ്യുന്നു. ഭാരതത്തെ സംബന്ധിച്ചും ഇത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഭാരതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്, പാശ്ചാത്യരായ ആളുകൾ പറയുന്നത് കേട്ട് ഭാരതീയർ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഏകഭാര്യാത്വമോ ഏകഭർത്തൃത്വമോ ഒരാദർശമായി ഭാരതത്തിൽ നിലനിന്നിട്ടില്ല. കൊളോണിയൽ ഘട്ടത്തിൽ ഇതുണ്ടായി വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഉപേക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. അവസാനിപ്പിക്കുന്നത്, ഏകദമ്പതി വിവാഹം വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, പക്ഷെ അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നത് ഇന്നത്തെ പരിഷ്കൃത മനസ്ഥിതിക്ക് യോജിച്ചതല്ല. ബഹുഭാര്യ വിവാഹത്തെ മാത്രമല്ല, ബഹുഭർത്തൃവിവാഹത്തെയും ശിക്ഷാർഹമാക്കരുത്. പുരുഷനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കും അനുവദിക്കാതിരിക്കുന്നതിൻ്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ ഈ കുടുംബം, ലൈംഗികത, ഇതിവിടെ മാത്രമൊന്നുമല്ല കേട്ടോ. മറ്റേ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിചാര വിപ്ലവത്തിൻ്റെ നിരൂപണത്തിൽ കേസരി എഴുതുന്ന ഭയങ്കര ഊക്കുള്ളൊരു വാക്യമുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്. പുരുഷന്മാരെ വിത്തുകാളയും വീട്ടുതമ്പ്രാക്കന്മാരുമാക്കി മാറ്റിക്കൊണ്ടും സ്ത്രീകളെ അടുക്കളച്ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് പുകഴ്പെറ്റ ഭാരതീയ സംസ്കാരം നിലനിന്നു പോരുന്നത്. ഇത് 1940-കളിലാണ്. ആലോചിച്ച് നോക്കിയാൽ 1940-കളിൽ കുടുംബം, ദാമ്പത്യം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരമൊരു നിലപാടെടുക്കാനായിട്ട് വാസ്തവത്തിൽ മറ്റാർക്കെങ്കിലും ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. 2-3 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഇതുപോലെ തന്നെയാണ് അന്ന് കേസരി ജാതിക്കെതിരെ കൈക്കൊണ്ട നിലപാട്. അയ്യങ്കാളിയെ കാണാൻ രാജാവ് അനുവദിക്കാതിരുന്നതിനെതിരെ കേസരി ഒരു മുഖപ്രസംഗം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത്,
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാൻ ചെന്ന ജോൺ ബേൺസ് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം കണ്ടു മടങ്ങിയതിന് ശേഷം പിന്നാലെ വന്ന ആളോട് ദാ ഈ കസേരയിലിരിക്കൂ, ജോൺ ബേൺസ് ഇരുന്ന കസേരയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അയ്യങ്കാളിയെ കാണാൻ അനുവദിച്ചിരുന്നെങ്കിൽ അയ്യങ്കാളി ഇരുന്ന കസേരയാണ് എന്ന് രാജാവിന് അഭിമാനത്തോടെ പറയാമായിരുന്നു എന്ന് കേസരി അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. നിവർത്തന പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിനെതിരെ നിന്ന നായർ സമുദായത്തിനെതിരെ കേസരി ശക്തമായ നിലപാടെടുത്തു. ആ നിലപാടെടുക്കുകയും നായർ സമ്മേളനത്തെക്കുറിച്ച് 1935 നായർ സമ്മേളനത്തെക്കുറിച്ച് ഒരു മുഖപ്രസംഗം തന്നെ എഴുതുകയും ചെയ്തു. ആ മുഖപ്രസംഗമാണ് കേസരിയുടെ വരിസംഖ്യ കൂട്ടിപ്പോകുന്നതിന് മുഖ്യമായിട്ടും കാരണമായത്. തനി യാഥാസ്ഥിതി കേസരി അവിടെ പറയുന്നുണ്ട്, റിട്ടയർ ചെയ്ത പെൻഷൻ വാങ്ങുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സമുദായത്തിൻ്റെ നേതൃത്വം കൈയാളിയിരിക്കുന്നത്. തനി യാഥാസ്ഥിതികത്വമാണ്, ഉൽപ്പതിഷ്ണുക്കൾ സമുദായം പിടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ സമുദായ നേതൃത്വത്തെ നിശിതമായിട്ട് വിമർശിക്കുന്നു. അന്ന് കേസരി പറയുന്നുണ്ട്, 1924 സവർണജാഥ നടത്തിയ നായർ സമുദായം ഇപ്പോൾ വർഗീയ മനസ്ഥിതിയിലേക്ക് വഴിതിരിയുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും കാണാം. ഇത് 1935 അവിടെ നിന്ന് നമ്മുടെ സമുദായങ്ങൾ എവിടെ എത്തി എന്ന് ഇപ്പം ആലോചിച്ചാൽ മതി. ശബരിമല വരെ എത്തി. കേസരി അന്ന് എഴുതുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം, കേസരി മുഖപ്രസംഗങ്ങൾ വളരെ കൂടുതൽ എഴുതിയ ഒരു സന്ദർഭം ഈ സാഹിത്യ കാര്യങ്ങളാണ്. ഇപ്പോൾ പരിഷത്തിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ച് കേസരി എല്ലാ സമ്മേളനത്തിനും കേസരി മുഖപ്രസംഗം എഴുതും. നിലമ്പൂർ സമ്മേളനത്തെക്കുറിച്ച് 2 മുഖപ്രസംഗം എഴുതി. ഒരെണ്ണം കൊണ്ട് തീരാഞ്ഞിട്ട് ഒരു തവണയും കൂടി 2 ലക്കത്തിൽ തുടർച്ചയായി നിലമ്പൂർ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതിൽ ഒരു സന്ദർഭത്തിൽ കേസരി സാഹിത്യപരമായ ഒരു ചർച്ച, SNDP യോഗത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, അസംതൃപ്തി ദിവ്യമായൊരു വികാരമാണ് എന്ന് പറഞ്ഞ് ഈഴവ സമുദായത്തിനിടയിൽ ഉയർന്നു വരുന്ന അസംതൃപ്തിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖപ്രസംഗമാണ്. അസംതൃപ്തിയാണ് സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് കാരണമാകുന്നത് എന്നെല്ലാം പറഞ്ഞ് അതിനെ പൊതുവെ ഉയർത്തിപ്പിടിക്കുകയും ഈഴവ സമുദായം കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മുൻനിരയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗത്തിൽ കേസരി കൗതുകമുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് പള്ളത്ത് രാമനെ മുൻനിർത്തിയിട്ടാണ്. പള്ളത്ത് രാമൻ അക്കാലത്ത് രാവണായനം എന്നു പേരായ രാമായണത്തിനെതിരെ രാവണായനം എഴുതാനായിട്ട് തുനിയുന്ന കാലമാണ്. രാവണായനം എഴുതേണ്ടതാണെന്നും അത് നല്ല കാര്യമാണ്, അത് ഹിന്ദുത്വത്തിൻ്റെ യുക്തിക്കെതിരെയുള്ളൊരു നല്ല കാര്യമാണ് എന്നെല്ലാം കേസരി മറ്റൊരു ലേഖനത്തിൽ അതിൽ സ്വീകരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഒരു ലേഖനത്തിൽ അദ്ദേഹം അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. പക്ഷേ ഈ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന വളരെ കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പക്ഷെ പള്ളത്ത് രാമൻ രാവണായനം എഴുതിയാലും അത് ഫലിക്കാൻ പ്രയാസമാണ്. കേസരി പകരം നിർദ്ദേശിക്കുന്നത് കുമാരനാശാൻ രാമായണത്തിന് പകരം രാവണായനം എഴുതാൻ തുനിയില്ലെങ്കിലും രാവണായനം കൊണ്ട് സാധിക്കാൻ ശ്രമിക്കുന്ന കാര്യം ആ അനുഗ്രഹീത മഹാകവി രാമായണം എഴുതി തന്നെ സാധിക്കുമായിരുന്നു എന്നും മിസ്റ്റർ രാമൻ അറിയേണ്ടതായിരുന്നു. ഇന്നത്തെ അവർണർ കേരളീയ സാഹിത്യത്തിൽ ഉണ്ടാക്കേണ്ട വിപ്ലവം ആശാന്റെ പ്രസ്തുത പദ്ധതിയുടെ സ്വീകരണമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ രാമായണത്തെ തിരുത്താനായിട്ട് നിങ്ങൾ രാവണായനം എഴുതിയാൽ എന്താണ് സംഭവിക്കുക? അത് രാമായണത്തിൻ്റെ വ്യവഹാര മണ്ഡലത്തിന് പുറത്ത് വേറൊരു സമാന്തര വ്യവഹാരമായിട്ട് നിൽക്കുന്നല്ലാതെ രാമായണത്തിനകത്തൊരു യുദ്ധമുഖം തുറക്കാനായിട്ട് അതിന് കഴിയില്ല. മറിച്ച് കുമാരനാശാൻ ചെയ്തത് രാവണായനം എഴുതുകയല്ല, രാമായണത്തിനുള്ളിൽ ഒരു യുദ്ധം നടത്തുകയാണ്. രാമായണ വ്യവഹാരത്തിനുള്ളിൽ കടന്നു കയറി ഒരു യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധം രാവണായനം കൊണ്ട് പള്ളത്ത് രാമൻ ഉണ്ടാക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് ഉൾക്കൊള്ളതാണ്. ഈ വഴിയാണ് കേരളത്തിലെ അവർണ സമുദായം സ്വീകരിക്കേണ്ടത് എന്നാണ് കേസരി ആ മുഖപ്രസംഗത്തിൽ പറയുന്നത്. കേസരി ഈ പള്ളത്ത് രാമൻ്റെ രാവണായനത്തിന് വേണ്ടി വാദിക്കുകയും അതിനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത ആളാണ്. പക്ഷെ അതേസമയം തന്നെ ഈ കേവലമായൊരു താർക്കികത കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന ഒരു ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുപോലെ ഉൾക്കൊള്ളൊരു കാര്യമാണ് ഈ രാജാക്കന്മാർക്കെതിരെ കേസരി നടത്തുന്ന വിമർശനം. ഞാൻ ചില മാതൃകകൾ പറയുന്നു എന്നുള്ളൂ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനൊരു സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ള സത്യാഗ്രഹികളുടെ ആവശ്യം
സാമൂതിരി നിരസിക്കുകയുണ്ടായി. സാമൂതിരിക്കെതിരെ കേസരി എഴുതിയ മുഖപ്രസംഗത്തിലൊരു ഭാഗമാണ്: ഇന്നത്തെ സാമൂതിരിയെപ്പോലെ ഹൃദയമെന്ന അവയവം ഇല്ലാത്തവരും തങ്ങളുടെ കുലത്തിനും സ്ഥാനത്തിനും മതത്തിനും തങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയ വിദ്യാലയങ്ങൾക്കും തങ്ങൾ ജനിച്ച നാടിനും ഭാരതഭൂമിക്ക് ആസകലവും മനുഷ്യവർഗത്തിനും കൂടി തീരാക്കളങ്കം ഉണ്ടാക്കി വയ്ക്കുന്നവരുമായ മുരട്ട് യാഥാസ്ഥിതികർ ഇന്ത്യയിലെ വായുവിനെ മലിനപ്പെടുത്തുന്നിടത്തോളം കാലം മഹാത്മജിയെപ്പോലെയും കേളപ്പനെ പോലെയുമുള്ള നേതാക്കന്മാർക്ക് പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്ന് സാമൂതിരിയെ സമീപിച്ച നിവേദക സംഘത്തോട് ആ മനുഷ്യൻ പറഞ്ഞ ലജ്ജാകരമായ മൃഗീയമായ മറുപടി വ്യക്തമാക്കിയിരിക്കുന്നു. നിന്ദ്യമായ ഭീരുത്വമാണ്, ഒരു ഭീരുവിൻ്റെ ഒഴികഴിവാണ് അതിൽ പൊന്തിച്ചു നിൽക്കുന്നത്. ക്ഷേത്രം തുറന്നു കൊടുക്കാനല്ല, ഒരു യോഗം വിളിച്ചു കൂട്ടാനാണ് നിവേദക സംഘം സാമൂതിരിയോട് ആവശ്യപ്പെട്ടത്. അതിനു പോലും ആ മനുഷ്യന് മനസ്സില്ലാതെ വന്നത് സ്ഥാനികളുടെയും ക്ഷേത്രാധികാരികളുടെയും നാശത്തിൻ്റെ അടയാളത്തെയാണ് കാണിക്കുന്നത്. ഒരു കേളപ്പൻ്റെ ചിതയിൽ നിന്ന് അനേകം കേളപ്പന്മാർ ഉണ്ടായി തന്നെ പോലെയുള്ള യാഥാസ്ഥിതിക ലോകത്തെ പാടെ ഭസ്മീകരിക്കുമെന്ന് കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ സാമൂതിരി അറിഞ്ഞില്ലെങ്കിൽ ആ സ്ഥിതിയിലെത്തിയിട്ടില്ലാത്ത യാഥാസ്ഥിതിക സവർണർ അദ്ദേഹത്തെ അത് അറിയിക്കേണ്ടതാണ്. അവരുടെ അഹിംസാത്മകമായ പ്രയത്നം കൊണ്ട് ഈ സാമൂതിരിയല്ല, ഈ മനുഷ്യനിലും കടന്ന യാഥാസ്ഥിതികരെയും തങ്ങളുടെ ചൊൽപ്പിടിയിൽ അവർ കൊണ്ടുവരും എന്നിങ്ങനെ സാമൂതിരിക്കെതിരെയൊക്കെ ആ കാലത്ത് ഒരാൾക്ക് പറയാൻ സാധാരണ നിലയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കേസരി മുഖപ്രസംഗം എഴുതുന്നത്. അതുപോലെ 1933 ഒക്ടോബർ 4 ഞാൻ നേരത്തെ പറഞ്ഞ നായർ സമ്മേളനം എന്ന ശീർഷകത്തിൽ കേസരി എഴുതിയ മുഖപ്രസംഗം, അത് പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യാഥാസ്ഥിതിക സംഘമായിട്ട് മാറി അത് അപമാനകരമായൊരു നിലയിലേക്ക് എത്തി എന്നെല്ലാം പറഞ്ഞിട്ട് കേസരി അവിടെ കൗതുകമുള്ളൊരു നിരീക്ഷണം കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ നിലക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കേസരി അവിടെ പറയുന്നത്, സകല വർഗക്കാരും നായന്മാരുടെ ശത്രുക്കളാണെന്നും അതിനാൽ ആസന്നമായ അവരുടെ ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് നായന്മാരെല്ലാം സ്വയരക്ഷയ്ക്ക് വേണ്ട മാർഗങ്ങൾ നേടണമെന്നും സമ്മേളനാധ്യക്ഷൻ പ്രക്ഷോഭകരമായ രീതിയിൽ പ്രസംഗിച്ചത് വാസ്തവസ്ഥിതിക്ക് യോജിക്കുന്നതല്ല. നായന്മാരിലും ക്രിസ്ത്യാനികളിലും ഈഴവരിലും മുസ്ലിങ്ങളിലുമുള്ള തൊഴിലാളികളും കൂലിവേലക്കാരും ചെറുകർഷകരും ഒരേപോലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സങ്കടങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് തമ്മിൽ ഒരു വൈരവും ഇല്ല. ഇത്തരം പ്രസംഗങ്ങൾ അടുത്ത കാലത്തെങ്ങും രാജ്യത്തിൽ മതമൈത്രി സ്ഥാപിക്കുന്നതിന് സാധ്യമല്ലാത്ത പരിതസ്ഥിതി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും അവസാനിക്കാത്ത കാലമാണ്. 1935 മുഖപ്രസംഗമാണ്. നമുക്ക് 2021 പള്ളിയിൽ ലവ് ജിഹാദും ഇതുപോലുള്ള സംഗതികളും ഒക്കെ എത്ര വേണമെങ്കിലും കേൾക്കാനായിട്ടും കഴിയും. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖപ്രസംഗം 1935 ഏപ്രിൽ 3 വധശിക്ഷയ്ക്കെതിരെ എഴുതിയതാണ്. ഇന്നും കേരളത്തിലോ ഇന്ത്യയിലോ വധശിക്ഷ തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നവർ എത്രയോ കുറവാണ്. 35 കേസരി അത് തിരുവാങ്കൂറിലെ സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടൊരു പ്രമേയം നിയമസഭയിൽ വന്നു. അതേക്കുറിച്ചാണ് കേസരി എഴുതുന്നത്. ഇപ്പോൾ കേസരി പറഞ്ഞത്, ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, ശിക്ഷയുടെ താല്പര്യം എന്താണ്? 3 തരത്തിലുള്ള താല്പര്യങ്ങൾ ശിക്ഷയിലുണ്ടാവാം. ഒന്നുകിൽ അത് പ്രതികാരമാകും, അല്ലെങ്കിൽ അത് നഷ്ടപരിഹാരം നിവാരകം ആയിരിക്കും, അല്ലെങ്കിൽ അത് പരിഷ്കരണമായിരിക്കും, ദോഷപരിഹാരമായിരിക്കും. പ്രാകൃത സമൂഹങ്ങളിലും പ്രാചീന സമുദായങ്ങളിലും ശിക്ഷയുടെ താല്പര്യം പ്രതികാരമാണ്. കട്ടവൻ്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക എന്നതൊക്കെ പ്രതികാരമാണ്. അതൊരു ആധുനിക സമൂഹത്തിന് യോജിച്ച കാര്യമേ അല്ല. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഒരു കുറ്റമുണ്ടാകുന്നത് കുറ്റം ചെയ്ത വ്യക്തിയിൽ നിന്ന് കുറ്റമുളവാക്കിയ നഷ്ടം പരിഹരിക്കുക, നിവാരകം ആയ ശിക്ഷ നൽകുക എന്ന നിലയിലുള്ള ശിക്ഷയിലുള്ള തകരാറായിട്ട് കേസരി പറയുന്നത്, കുറ്റങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് സാമൂഹികവും സാമുദായികവുമായ സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ സാമൂഹികവും സാമുദായികവുമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരാൾ കുറ്റം ചെയ്താൽ അതിന് അയാളിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് തൻ്റെ കുറ്റത്തിന് മറ്റാരെങ്കിലും പരിഹാരം നൽകണം എന്ന സമുദായത്തിൻ്റെ വാദമാണ്. ഇതാണ് കേസരിയുടെ പൊസിഷൻ. സമുദായ ജീർണത കൊണ്ട് ഒരാൾ കുറ്റവാളിയായിത്തീരുന്നു, അതിന് അയാളെ
നിന്ന് നഷ്ടം വാങ്ങുന്നത് വാസ്തവത്തിൽ ആ സമുദായം സ്വന്തം കുറ്റത്തെ മറച്ചു പിടിച്ച് മറ്റൊരാളിൽ നിന്ന് ശിക്ഷ വാങ്ങുന്ന പരിഹാരം വാങ്ങുന്ന ഏർപ്പാടാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് പറ്റുന്നതല്ല. മൂന്നാമത്തേത്, കുറ്റത്തിലേക്കുള്ള പ്രേരണകളിൽ നിന്ന് ഒഴിവാക്കുകയും കുറ്റവാസനയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന ദോഷപരിഹാരമാണ് ആധുനികമായ ശിക്ഷയുടെ അടിസ്ഥാനമാകേണ്ടത്. ആ ദോഷപരിഹാര തത്വം മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ വധശിക്ഷ ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല. കാരണം വധശിക്ഷ കുറ്റവാളിയുടെ ദോഷം പരിഹരിക്കുകയല്ല, കുറ്റവാളിയെ ഇല്ലാതാക്കുകയാണ്. വധശിക്ഷ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന ആധുനികമായ ഒരു കാഴ്ചപ്പാടിന് ഒരിക്കലും നിരക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമല്ല, ഒരാളെ കൊന്നുകളയുന്നതോടെ അയാളുടെ ദോഷപരിഹാരത്തിനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറ്റപരിഹാരത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു കുറ്റകൃത്യമാണ് വധശിക്ഷ. ഇതാണ് കേസരിയുടെ വാദം. വധശിക്ഷ ഒരു ശിക്ഷയല്ല, വധശിക്ഷ ഒരു കുറ്റകൃത്യമാണ് എന്ന നിലയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് കേസരി ആ ലേഖനം എഴുതിയിട്ടുള്ളത്. എൻ്റെ വായനയിൽ വധശിക്ഷയ്ക്കെതിരെ ഇത്രയും വിശദാംശങ്ങളോടെ എഴുതപ്പെട്ട മറ്റൊരു ലേഖനം മലയാളത്തിൽ കാണുന്നില്ല. എന്തായാലും ഇങ്ങനെ പല വിഷയങ്ങൾ 1935 മെയ് 15 എഴുതിയ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ സർവകലാശാല വിദ്യാഭ്യാസം മലയാളത്തിൽ നടത്തണം എന്നാണ്. 1935 ഇപ്പോഴും പ്രമേയം പാസ്സായിട്ടില്ല. കേസരി പറയുന്നു സർവകലാശാല വിദ്യാഭ്യാസം മലയാളത്തിൽ വേണം, തിരുവിതാംകൂറിൽ കേരള സർവകലാശാല സ്ഥാപിക്കണം. അതേ മുഖപ്രസംഗത്തിലാണ് ഈ പറയുന്ന തുഞ്ചൻ്റെ മുദ്രയും കാവി ഖദറും ധരിച്ച് കലാമണ്ഡലത്തിന് പിരിവിനിറങ്ങണം എന്നതിനെ കേസരി വിമർശിക്കുന്നത്. 3 ചെയ്തുകൂടാന്ന് പറയുന്നത്. കലാമണ്ഡലം സംരക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ തുഞ്ചൻ്റെ മുദ്ര പാടില്ല, കാവ്യം പാടില്ല, ഖദറും പാടില്ല. ഇതെല്ലാം കലയുടെ തത്വത്തിനെതിരാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതുപോലെ തന്നെ കേസരിയുടെ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ എത്രയോ സാഹിത്യപരമായ കാര്യങ്ങളെക്കുറിച്ച് കേസരി മുഖപ്രസംഗം എഴുതി. ഒരുപക്ഷെ കേസരിയുടെ മുഖപ്രസംഗങ്ങളിലായിരിക്കും സാഹിത്യ പരിഷത്ത് സമ്മേളനങ്ങളും സാഹിത്യ കാര്യങ്ങളും ഇതുപോലെ കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സാഹിത്യ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സാഹിത്യ പരിഷത്ത് സമ്മേളനം, പരിഷത്തിന് അദ്ദേഹം എതിരായിരുന്നു. സാഹിത്യ പരിഷത്ത് ഒരു യാഥാസ്ഥിതിക പ്രസ്ഥാനമാണ്. അപ്പം തമ്പുരാനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു യാഥാസ്ഥിതിക പണ്ഡിതനായിട്ടാണ് അദ്ദേഹം അപ്പം തമ്പുരാനെ കണ്ടത്. പക്ഷെ സാഹിത്യ പരിഷത്ത് സമ്മേളനം കൊണ്ടൊരു ഗുണമുണ്ട് എന്ന് കേസരി പറയുന്നുണ്ട്. അത് മലയാളത്തെ മുൻനിർത്തുന്ന ഒരു കേരള ദേശീയ ബോധത്തെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മികവായിട്ട് അദ്ദേഹം പറയുന്നത്. നാടൻ പാട്ടാണ് ഒരു ജനതയുടെ കലാശക്തിയുടെ മാനദണ്ഡമായി കാണേണ്ടത്, അല്ലാതെ കെട്ടിച്ചമയ്ക്കുന്ന സാഹിത്യമല്ല എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതുപോലെ കേരളത്തെ സംബന്ധിച്ച് സംസ്കൃതവും മലയാളവും തമിഴും പാശ്ചാത്യ ഭാഷകളും ഉൾപ്പെടുന്ന ഒരു ഭാഷാസങ്കല്പമാണ് ആവശ്യം എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരിടത്ത് അദ്ദേഹം കലാമണ്ഡലത്തെ പൊതുസ്ഥാപനമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. വള്ളത്തോളിൻ്റെ ദുരധികാരം മാത്രമാണ് അവിടെ നടക്കുന്നത്, അത് അവസാനിപ്പിക്കേണ്ടതാണ്, കലാമണ്ഡലത്തെ പൊതുസ്ഥാപനമാക്കി മാറ്റണം എന്ന് അദ്ദേഹം മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതുപോലെ നാടകത്തിൽ സ്ത്രീകൾ തന്നെ നടികളായിട്ട് വരണം, അല്ലാതെ സ്ത്രീകളുടെ വേഷം കെട്ടി പുരുഷന്മാരഭിനയിക്കുന്ന